അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ സൂറത്തായ സൂറത്ത് അൻബിയായിൻ്റെ 87-ാമത്തെ ആയത്തിലൂടെ മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന പ്രാർത്ഥന അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വീഴ്ചയുടെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ നിന്ന് മോചനം നേടുവാനായി മേൽ സൂചിപ്പിച്ച ഈ ദുആ അദ്ദേഹം നിരന്തരം അള്ളാഹുവിനോട് തേടുകയും അതിനുത്തരമെന്നോണം ആ മഹാവിപത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തതായി തൊട്ടടുത്തുള്ള ആയത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഇത്തരം സംഭവങ്ങൾ നിരവധിയായി പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെയും നാം ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? നാം ഒക്കെയും മനുഷ്യരാണ്. ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. ആദ്യമായി സംഭവിച്ച തെറ്റുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ റബ്ബിനോട് പ്രതീക്ഷയോടുകൂടി പാപമോചനത്തിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യൂനുസ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന പ്രാർത്ഥന ഒരു മുസ്ലിമും തൻ്റെ റബ്ബിനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബൈഹഖി റഹ്മഹുല്ലാഹ് നിവേദനം ചെയ്തിരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കുക. നമ്മളിലേക്ക് കടന്നു വന്ന വിശുദ്ധ റമദാൻ മാസം അതിനുള്ള കാരണമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അല്ലാഹു തആല നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.